നിങ്ങളെ രണ്ടുപേരും ഞാനൊന്ന് കാണാനിരിക്കായിരുന്നു. എന്താ പറ്റിയത് മതിലകത്തെ പുതിയ മരുമകൾക്ക്? ഞങ്ങൾക്കും അറിയില്ല കണ്ണേട്ടാ. ഇപ്പോഴവൾക്ക് ഞങ്ങളോടൊക്കെ വലിയ സ്നേഹമാണ്. കുടുംബക്ഷേത്രത്തിലെ ദേവിയെ സ്വപ്നം കണ്ടു എന്നൊക്കെയാ പറയുന്നത്. അല്ല, അതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. മറ്റെന്തോ ഇടയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഇനി നിങ്ങൾ കൂടുതൽ സൂക്ഷിക്കണം. സ്വത്തെല്ലാം അവളുടെ പേരിലായതിനു ശേഷം എന്തായാലും അവൾ ഇത്രയും വലിയ സ്നേഹം കാണിക്കേണ്ട കാര്യമില്ല. അപ്പോ എന്തോ അവൾ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്. ശത്രുക്കൾ സ്നേഹം കാട്ടി കൂടെ കൂടുന്നത് അപകടത്തിന് തന്നെയാ. കഴിഞ്ഞ ദിവസം ഒരാള് വന്ന് വിജിതയെ തിരക്കിയിട്ട് പോയി. അയാളുടെ വരവും പോക്കും കണ്ടിട്ട് അത്ര പന്തിയായിട്ട് തോന്നിയില്ല. എന്തായാലും നിങ്ങൾ അവളുടെ ഇപ്പോഴത്തെ മാറ്റത്തിൽ മയങ്ങി വീഴണ്ട. നിറം മാറുന്ന ഇനങ്ങളാ. ഏത് സമയത്താ തിരിഞ്ഞു കൊത്തുന്നെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് അബോധം നന്നായിട്ടുണ്ട് കണ്ണേട്ടാ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആ കൃഷി ഓഫീസർ എന്നെ കാണാൻ ഇടയ്ക്കും മുറയ്ക്കും വരുന്നുണ്ട്. മോള് അയാൾക്ക് മുഖം തിരിച്ച് നിൽക്കുന്നത് ശരിയല്ല. എനിക്കിപ്പോ തോന്നുന്നത് ഉണ്ണിയെക്കാളും ഒരുപാട് മുകളിൽ ആ പയ്യനെന്നാ. ഈ ഓണം നന്നായി കടന്നുപോയെന്ന് എന്റെ ആശ്വാസത്തിന് വേണ്ടി നിങ്ങൾ പറയുമായിരിക്കും. എന്നാൽ അതിന് സാധ്യതയില്ലെന്ന് എനിക്കറിയാം. പിന്നെ ഒരു മാറാരോഗം വരുത്തി വെച്ച ദുരന്തം കാരണം മിക്ക ആൾക്കാർക്കും ഇത്തവണ ഓണം ഇല്ലായിരുന്നു. എന്നാ അടുത്ത തവണ വിവാഹമൊക്കെ കഴിഞ്ഞ് മോള് ഭർത്താവിന്റെ വീട്ടിൽ ഓണം ആഘോഷിക്കണം. ഞങ്ങളെല്ലാരും അതേപ്പറ്റി മോളോട് പറഞ്ഞോണ്ടിരിക്കുക. കേൾക്കുന്നില്ല. മോൾക്ക് ദോഷം വരുന്ന ഒന്നും ഞങ്ങൾ പറയില്ലല്ലോ മോളെ. എന്ത് നല്ലതിനാണെങ്കിലും അല്ലെങ്കിലും അത് നടക്കുന്നത് കണ്ണേട്ടം പുറത്തിറങ്ങിയിട്ട് മതി. അറിയാലോ മോളെ, നിനക്ക് പുറത്തിറങ്ങുന്ന കണ്ണേട്ടം പാപ്പരാ. മോക്ക് മോൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരാളെ കണ്ടെത്തി തരാൻ പറ്റില്ല. കുഴപ്പമില്ല കണ്ണേട്ട. എനിക്ക് നിങ്ങൾക്കൊപ്പം കഴിയുന്ന സന്തോഷവും സുഖവും എവിടെയും കിട്ടില്ല. ജയിലില് ഓണം എങ്ങനെയുണ്ടായിരുന്നു? ഇവിടെന്താ കുഴപ്പം? ജയിൽ പുള്ളികൾക്കൊപ്പം ഇരുന്ന് നല്ല ആഹാരം കഴിച്ചു. സദ്യയൊക്കെ ഗംഭീരമായിരുന്നു. എന്നാ പിന്നെ നിങ്ങൾ പോയിക്കോ. അത് പറഞ്ഞപ്പോ കണ്ണേട്ടന്റെ മുഖത്തെന്താ ഒരു വിഷമം? ഹേയ്, ഒരു വിഷമവുമില്ല. പിന്നെ നിങ്ങളാരും അടുത്തില്ലല്ലോ, അതിന്റെ ഒരു ചെറിയ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. ശരിയെന്നാ വയ്ക്കോ. വാ മോളെ. നാളെ മുതലേ കുറച്ചു ദിവസത്തേക്ക് മോള് നെല്ലിക്ക ജ്യൂസ് കുടിക്കണം. ഞാൻ റെഡിയാക്കി തരാം. എന്തിനാ അപ്പച്ചി? മോൾക്ക് എന്തൊക്കെയോ മറവി പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാ അവളുമാരോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ. അപ്പച്ചി വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട. ഞാനവരോട് മാന്യമായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട്. എന്നാ പിന്നെ അത് എന്നോട് പറ. അതോടെ എന്റെ സംശയം തീരുമല്ലോ. അപ്പച്ചി തൽക്കാലം എന്നെ ചോദ്യം ചെയ്യാനൊന്നും നിൽക്കണ്ട. ഇപ്പൊ ഞാൻ കുറച്ച് ടെൻഷനില്ല. അതുകൊണ്ട് ഈ രീതിയിൽ മുന്നോട്ട് പോയേ പറ്റൂ. മോളെ, കുറച്ച് കഴിയുമ്പോ മോള് മാറുവോ? അതൊന്നും പറയാൻ പറ്റില്ല. മാറുമെന്നൊന്ന് പറ മോളെ. അങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സമാധാനിപ്പിക്കേ. പവിത്രയടത്തെയും കാർത്തും ഇവിടെ നിൽക്കുന്നോണ്ട് അപ്പച്ചിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാ അവളുമാരുടെ മോന്ത എന്നും കാണുന്നതാ എന്റെ നഷ്ടം. തിരിച്ച് അവർക്കും അങ്ങനെ തോന്നിയാലോ? മോളും എന്നെ കൊച്ചാക്കാൻ തുടങ്ങിയോ? ഞാൻ കൊച്ചാക്കിയതൊന്നും അല്ല. ഏത് നേരം അവരുടെ കാര്യം ചോദിച്ച് അപ്പച്ചി എന്നെ ഇങ്ങനെ ശല്യം ചെയ്യരുത്. വരുന്നുണ്ട് രണ്ടും കൂടെ എവിടെയൊക്കെയോ തെണ്ടി തിരിഞ്ഞിട്ട്. ഞങ്ങള് തെണ്ടിത്തിരിയാനല്ല പോയത്, അമ്മയുടെ മൂത്ത മോനെ കാണാനാ.
വിജിത പോലും ഉണ്ണിക്കൊപ്പം കണ്ണേട്ടനെ കാണാൻ പോയി. ആ പരിസരത്തോട്ട് പോലും പോവാത്തത് അമ്മയാ. ജയിലിൽ കിടക്കുന്ന എന്റെ മോനെ കാണാൻ എനിക്ക് കുറച്ച് ദണ്ണ ഉണ്ടടി. നിനക്കൊക്കെ അതൊരു സുഖമുള്ള കാഴ്ചയായിരിക്കും. അവനെ കണ്ടിട്ട് വന്നാലേ അന്നത്തെ ദിവസം എനിക്ക് ഉറക്കം വരില്ല, ആഹാരം കഴിക്കാൻ പറ്റില്ല. കണ്ണേട്ടൻ എന്തു പറഞ്ഞു പവിത്രടുത്തി? ഇവിടിപ്പോ അടിയും വഴക്കമൊന്നും ഇല്ലെന്നറിഞ്ഞപ്പോ കണ്ണേട്ടന് സന്തോഷായി. ഇള്ളക്കുട്ടിയെ ഒരുപാട് സ്നേഹിച്ചോ? ഉമ്മയൊക്കെ തന്നോ? അങ്ങനെയാണെങ്കിലേ ഇന്നവന് കൊള്ളരുതാത്ത ദിവസമാടി. അങ്ങനൊരു അഭിപ്രായം കണ്ണേട്ടനില്ല. കാർത്തുവിനെ കാഴ്ച കണ്ടപ്പോഴൊക്കെ നല്ലതേ വന്നിട്ടുള്ളൂന്നാ പറയാറ്. ഓ പിന്നെ, അവൻ ജയിലിൽ കിടക്കുന്നതാ ആ നന്മ. കാർത്തുവിനെ കണ്ണേട്ടനെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് 10-20 കൊല്ലമായി. അതിനിടയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാവുന്നത് ഇതാദ്യമായിട്ടാ. അതിന് ഞങ്ങൾക്കാർക്കും കാർത്തുവിനെ പഴി പറയാൻ പറ്റില്ല. അപ്പച്ചിയുടെ സ്വഭാവം അറിയാലോ പവിത്രടത്തിക്ക്. പിന്നെ ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ നിൽക്കുന്ന എന്തിനാ? ഇങ്ങനെയാണെങ്കിലേ മിക്കവാറും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ. എനിക്കിതൊന്നും കണ്ടോണ്ട് നിൽക്കാൻ പറ്റില്ല. നിങ്ങളിതൊന്നും കാര്യാക്കണ്ട. എന്റെ പേരിലുള്ള തറവാട്ടില് അപ്പച്ചിക്കൊപ്പം നിങ്ങൾക്കും സ്ഥാനമുണ്ട്. മോള് വാ. ഇന്ന് വൈകുന്നേരമായപ്പോ എനിക്കൊരു കോള് വന്നു. വിളിച്ചത് മറ്റാരുമല്ല, നിന്റെ അമ്മ തന്നെ. അമ്മയോ? നിന്നെ വിളിച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നി, അതുകൊണ്ട് എന്നെ വിളിച്ച സങ്കടങ്ങൾ പറഞ്ഞത്. അവിടെ കുറച്ച് പ്രശ്നമുണ്ടടാ. ഞാൻ അവിടെ ഒരാഴ്ച തികച്ചു നിന്നാ എന്റെ കല്യാണം ഉറപ്പാ. ഓണത്തിന് തന്നെ അവിടെ നിന്ന് മുങ്ങാൻ പറ്റ പാടാ എനിക്കറിയാം. അമ്മ ഉറക്കം എഴുന്നേക്കുന്നതിന് മുമ്പേ ഞാൻ അവിടെ നിന്ന് പോരുമായിരുന്നു. ലോകത്ത് ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടോന്ന് ആലോചിക്കുക. നല്ല പെൺകുട്ടികളൊക്കെ ആദ്യം അപഗണിക്കും, പിന്നെ സിമ്പതിയുടെ പുറത്തെങ്കിലും നമ്മുടെ ആവശ്യത്തെ പറ്റി ചിന്തിക്കും. പ്രത്യേകിച്ചും മറ്റുള്ളവരോട് സപ്പോർട്ട് ചെയ്യുമ്പോ. ഇത് വല്ലാത്തൊരു ക്യാരക്ടറായി പോയി. എന്നാ മനസ്സിനകത്ത് നിന്ന് അവളെ പിടിച്ച് പുറത്താക്കാനും പറ്റുന്നില്ല. കേറിയോടെ ഒരു കട്ടനെടുക്കട്ടെ? ഹേ വേണ്ട, ഞാനേ വരുന്ന വഴിക്കൊന്ന് കുടിച്ചു. ആ എടാ ദീപ, ദേ ഈ നിൽക്കുന്ന കൃഷി ഓഫീസർക്കേ ഒരു പെൺകുട്ടിയോട് സ്നേഹമുണ്ട്. അവളാണെങ്കിലോ പിടി കൊടുക്കുന്നുമില്ല. മിക്കവാറും നീ അവളെ തൂക്കിയെടുത്തോണ്ട് വന്ന് ദേ ഇവന് കൊടുക്കേണ്ടി വരും. അപ്പോ അതാ സാറ് കല്യാണം കഴിക്കാത്തല്ലേ? ഞങ്ങളൊരേ പ്രായക്കാരാ. എനിക്കിപ്പോ പിള്ളേര് 2. ഇവനാണെങ്കിലോ ട്രാൻസ്ഫർ ആയി പോകുന്ന എല്ലാ നാട്ടിലും ഇവന് പറ്റിയ പെണ്ണ് തേടി നടക്കുമായിരുന്നു. അങ്ങനെ അവിടെ ഒരുത്തിയെ കണ്ടെത്തിയത്. നല്ല കുട്ടിയാ, എന്നാ പ്രണയം അങ്ങോട്ടേ ഉള്ളൂ, തിരിച്ചില്ല. വെറുതെ പ്രേമിച്ചടക്കാനല്ല, കല്യാണം കഴിക്കാനാ. പ്രേമത്തിന്റെ വില എന്താന്നൊക്കെ എനിക്കറിയാം സാറേ. പ്രേമിക്കുന്നവരുടെ മനസ്സും അറിയാം. പ്രേമിക്കുന്ന പെണ്ണിന് വേണ്ടി ജയിലിൽ വരെ പോയവനവൻ. എന്നാൽ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല ആ പെണ്ണ് ഏതാണെന്ന്. പെണ്ണ് ഇവിടെയൊക്കെ തന്നെ ഉള്ളതാ. ഉടൻ തന്നെ ഞങ്ങളുടെ കെട്ട് കാണും. എത്ര ആളും ബഹളവും വേണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ 2 ആളും മുഹൂർത്ത സമയത്തുണ്ടാവണം. അല്ലാതെ എനിക്കൊപ്പം വരാൻ ബന്ധുക്കളാരും ഇല്ലേ? ഞങ്ങൾ റെഡിയാ. ദീപനെ പോലെ ഒരാളുടെ സഹായം ഇപ്പൊ എനിക്കും ആവശ്യം. ഒരു 4-5 പേര് ആയുധമായിട്ട് വന്നാലും തല്ലി ഓടിക്കാനുള്ള കരുത്തൊക്കെ ഇപ്പോഴും എനിക്കുണ്ട്. എങ്കിലും ശത്രുക്കളുടെ എണ്ണം കൂടിയ ഒരു കൂട്ടാവശ്യമല്ലേ? ഞാനുണ്ട് കൂടെ. സ്നേഹിക്കുന്നവർക്ക് ചങ്ക് പറിച്ചു കൊടുക്കുമെന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല, അതാണ് സ്വഭാവം. ആ അതിനുവേണ്ടി തന്നെ ഞാൻ ജയിലിൽ കിടന്നത്, ചെയ്യാത്ത കുറ്റത്തിന്.
കിടക്കാറായോ ഏടത്തി? നമുക്ക് കുറച്ചു സമയം സംസാരിച്ചിരിക്കായിരുന്നു. ഉറക്കം വരുന്നില്ലല്ലേ? ഇവിടെ കിടക്കുന്നോണ്ടാണോ? ഏയ്, കണ്ണേട്ടൻ പോയതേ പിന്നെ എവിടെ കിടന്നാലും ഇതന്നെ അവസ്ഥ. പെട്ടെന്ന് ഉറക്കം വരില്ല. ഇന്ന് എന്തായാലും ഞാൻ ശാന്തായിട്ട് ഉറങ്ങും. എന്നുവെച്ചാ ഇവിടുത്തെ ഇളയ മരുമോളുടെ ശരീരത്തിൽ നിന്നും പിശാച് ഇറങ്ങിപ്പോയ ദിവസമല്ലേ? അതേ എടുത്തി. ഏട്ടത്തി പറഞ്ഞത് ശരിയാ. അല്ല, അത് ഞാൻ ഏട്ടത്തി പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിന്നോ. അതിലൊരു സത്യമുണ്ട്. എന്റെ ദേഹത്തെന്തോ പിശാചി കയറിയിരുന്നു ഇന്നലെ രാത്രി വരെ. ഇന്ന് ഉറക്കെണീറ്റപ്പോ പോവുകയും ചെയ്തു. ആ നിലയ്ക്കിനി നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ എന്റെ ഭാഗത്തുനിന്നുണ്ടാവൂ. ഞങ്ങൾക്കൊന്നും വേണ്ട. ചെയ്യാത്ത കുറ്റങ്ങൾക്ക് ഞങ്ങളെ ക്രോശിക്കാതിരുന്നാൽ മാത്രം മതി. നിന്റെ ഈ കവളിൽ ഞാൻ തല്ലിയിട്ടുണ്ട്. അതിലെനിക്ക് ഇപ്പൊ കുറ്റബോധമുണ്ട്. ഇനി ഏതായാലും എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അല്ലോ, നിങ്ങൾ ഇവിടെ കിടക്കാൻ പോവാണോ? അമ്മയും വല്യമ്മയ്ക്ക് പോയി. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മുറി കിടന്നൂടെ? വേണ്ട മോളെ, നന്ദനമോള് അമ്മയുടെ കൂടെ കിടക്കുക. പിന്നെ ഞങ്ങൾക്ക് ഇവിടെയും മുറിയെല്ലാം ഒരുപോലെയാ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഇവിടെ 2 മുറികൾ ഒഴിഞ്ഞു കിടക്കുക. അങ്ങനെയുള്ളപ്പോ നിങ്ങൾ എന്തിനു ഇവിടെ കിടക്കണം? അല്ലെങ്കിൽ തന്നെ കണ്ണേട്ടന്റെ മുറിയിൽ നിന്നും ഏട്ടത്തി ഇറക്കി വിടാൻ എനിക്കെന്താ അവകാശം? വീടൊക്കെ എന്റെ പേരില്ല. ഈ വീട് മോടി പിടിപ്പിക്കാൻ കണ്ണേട്ടനുണ്ടായ കഷ്ടപ്പാട് എത്രയാന്ന് എനിക്കറിയാം. അത് മറന്നുകൊണ്ട് നിങ്ങളെ ഞാൻ ഇവിടെ കിടത്തിയ ദൈവം പോലും പൊറുക്കില്ല. അങ്ങനെയൊന്നും ഇല്ല വിജിതേ. ഞങ്ങളിവിടെ കിടന്നോളാം. വാശി പിടിക്കരുത് രണ്ടാളും. നിങ്ങൾ ഇവിടെ കിടന്നാ ഞാനും ഇവിടെ തന്നെ കിടക്കും. ഇത് അഭിനയൊന്നും എടുത്തി. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചപ്പോഴാ എന്റെ വീഴ്ച എനിക്ക് മനസ്സിലായത്. മോളെ, മോളോടൊരു കാര്യം പറയാൻ മറന്നുപോയി. ഒരാള് രാവിലെ മോളെ അന്വേഷിച്ചു വന്നായിരുന്നു. ബുള്ളറ്റിലാ വന്നത്. ബുള്ളറ്റിലോ? അതാരാ? അറിയില്ല മോളെ. അയാളുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ കണ്ടിട്ട് ഒരു പന്തികേട് തോന്നി. ആരെങ്കിലും പരിചയക്കാരായിരിക്കും. എന്തായാലും നിങ്ങൾ കിടക്കൊക്കെ എടുത്ത് റൂമിലേക്ക് പോയേ. ഞങ്ങൾ പൊക്കോളാം. വിജിത്ത് പോയി കിടന്നു. ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം. ഇനി നിങ്ങള് അടുക്കളക്കാരെ പോലെ ജീവിക്കണ്ട. നിങ്ങൾക്കൊപ്പം ഞാനും കൂടെയുണ്ട്. പാചകമൊന്നും അത്ര വശമില്ല. എല്ലാം പഠിപ്പിച്ചു തരണം. നമുക്കിനി സഹകരിച്ച് ഓരോന്ന് ചെയ്യാം. എന്നിട്ട് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. അതിലൊരു വേർതിരിവ് വേണ്ട. നാളെ മുതല് ഞാനും അടുക്കളയിലുണ്ടാവും. എന്തൊക്കെയാ അടുത്തി സംഭവിച്ചിരിക്കുന്നത്? അറിയില്ല മോളെ. ഇനി ഇത് കഴിഞ്ഞ് എന്തുണ്ടാവൂന്നും അറിയില്ല. ഇത്ര പെട്ടെന്ന് വിജിത മാറാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. അതുകൊണ്ടാ സംശയിക്കണമെന്ന് പറഞ്ഞത്. ഇതിനകത്ത് കിടക്ക വിരിച്ചോ?
ആരോട് ചോദിച്ചിട്ട്? ഞങ്ങൾ ആരോടും ചോദിച്ചില്ല. വിജിത പറഞ്ഞതാ ഇവിടെ വന്ന് കിടക്കാൻ. വിജിത മോളോ? മോൾ അങ്ങനെ ഒരിക്കലും പറയാലല്ലോ. ഇന്നലെ രാത്രി പറഞ്ഞു ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോണെന്ന്. എന്നിട്ട് ഇന്നലെ വിജിത പുറത്ത് പോയിട്ട് വന്നപ്പോ എന്താ പറഞ്ഞതെന്ന് അമ്മ കേട്ടതാണല്ലോ. അതുപോലെ തന്നെ ഞങ്ങളോട് പറഞ്ഞു ഇവിടെ വന്ന് കിടക്കാൻ. ഞങ്ങൾക്കിവിടെ കിടക്കണമെന്നൊന്നുമില്ല അമ്മേ. അടുക്കള ഭാഗം തന്നെ ധാരാളം. പിന്നെ നിർബന്ധിച്ചോണ്ടാ ഞങ്ങൾ ഇങ്ങോട്ട് മാറിയത്. സത്യം പറയടി, നീയൊക്കെ എന്തു കൊടുത്താ എന്റെ കുഞ്ഞിനെ മയക്കിയത്? നേരം പുലർന്നപ്പോ തന്നെ വിജിത പുറത്തു പോയല്ലോ. പിന്നെ ഞങ്ങൾ എന്തു കൊടുത്ത് മയക്കാനാ? എന്നാലും ആൾക്കാർക്ക് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവോ? അതിൽ ഞങ്ങൾക്കും സംശയമുണ്ട്. പിന്നെ വിജിതയുടെ വീടായതുകൊണ്ട് അവള് പറഞ്ഞത് കേട്ടേ പറ്റൂ. മോൾ എന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ടുണ്ടേ. അതുകൊണ്ട് നീ ഒന്നും കൂടുതൽ സന്തോഷിക്കണ്ട. ഞങ്ങൾക്ക് ഒരു സന്തോഷവും ഇല്ലമ്മേ. എന്ത് സഹിക്കാൻ തയ്യാറായിട്ടാ നടക്കുന്നേ. തല ചായ്ക്കാൻ ഒരു ഇടമില്ലാത്തത് കൊണ്ട് ഇവിടെ നിന്ന് പിഴച്ചു പോണെന്ന് ആഗ്രഹമുണ്ട്. ആ, അതുകൊണ്ടാ പറഞ്ഞത് ഇവിടെ നിക്കണ്ടെന്ന്. നീയൊക്കെ ഇവിടെ നിന്ന് പിഴച്ചു പോയാലേ അതിന്റെ നാണക്കേട് ഞങ്ങൾക്കാ. എന്തായാലും ഞാൻ വിജിത മോളോടൊന്ന് ചോദിക്കട്ടെ, എന്താ ഉദ്ദേശമെന്ന്. കുടുംബക്ഷേത്രത്തിലെ ദേവിക്ക് നല്ല ശക്തിയുണ്ട് എടുത്തി. കണ്ണേട്ടന് ആപത്തുണ്ടായപ്പോ ഞാനൊന്ന് സംശയിച്ചതാ. എങ്കിലും ഇപ്പൊ ബോധ്യായി പൂർണ്ണമായിട്ടും നമ്മളെ കൈവിടില്ലെന്ന്. എന്നുവെച്ചാ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. നേരം വെളുക്കുന്നവരെ പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ടാ ഇത്ര പെട്ടെന്ന് എല്ലാം മാറി മറിഞ്ഞത്. എന്താ മോളെ ഇതൊക്കെ? എന്താ അപ്പച്ചി? അല്ല, അവളുമാർ അധികാരത്തോടെ മുറിക്കകത്ത് കയറി കിടക്ക വിരിക്കുവാ. എന്നിട്ട് പറയുവാ മോള് പറഞ്ഞിട്ടാ ഇതൊക്കെ ചെയ്യുന്നതെന്ന്. ശരിയാ, ഞാൻ അവരോട് പറഞ്ഞത് മുറി കിടക്കാൻ. അതെന്തു പറച്ചില്ല മോളെ? അടുക്കള ഭാഗത്ത് കിടക്കേണ്ട അവളുമാര് മുറിക്കകത്ത് കയറിയാ പിന്നെ ഇറങ്ങിപ്പോകാൻ പാടാ. എന്തിനാ അപ്പച്ചി അവരെ ഇറക്കി വിടുന്നേ? അവരവിടെ കിടന്നോട്ടെ. ഇപ്പൊ ഇവിടെ അമ്മയും വല്യമ്മയൊന്നും ഇല്ലല്ലോ. ആ മുറിയും ഫ്രീയാ. പിന്നെ അവര് കൊതുകും പാറ്റിയൊന്നും കടിക്കാതെ അവിടെ കിടന്നോട്ടെ. എന്റെ ദേവി, അവളുമാരെ ഇവിടെ നിന്ന് ഇറക്കി വിടണമെന്ന് പറഞ്ഞ കൊച്ച ഇമാതിരി മാറ്റം മാറിയത്. നല്ല ദണ്ണമുണ്ട് മോളെ. നീ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ തോറ്റു പോകുന്നതേ അപ്പച്ചിയാ. ഓർമ്മ വേണം. എല്ലാം ഓർമ്മയുണ്ട്. ഇപ്പൊ അപ്പച്ചി അതൊക്കെ ഒന്ന് കണ്ണടച്ചേക്ക്. ഒന്നുമില്ലെങ്കിലും വീട്ടുജോലിയും പുറംപണിയൊക്കെ ചെയ്യുന്നത് അവര് രണ്ടാളും കൂടിയല്ലേ. അതിന് പ്രത്യേകിച്ച് ശമ്പളമൊന്നും കൊടുക്കുന്നില്ലല്ലോ. പിന്നെ നമ്മൾ അവരുടെ മേലെ കൂടുതൽ ഭാരമൊന്നും അടിച്ചേൽപ്പിക്കണ്ട. അവര് ജീവിച്ചു പൊയ്ക്കോട്ടെ. ശരി, കലികാലത്ത് എല്ലാം തലതിരിഞ്ഞു പോകും. നീ ഇപ്പൊ പറഞ്ഞതാ ശരി. പക്ഷെ ഓന്തിനെ പോലെ ആവരുത്. നാളെ നിറം മാറരുത്. ഇനി എനിക്ക് അങ്ങനെ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇനി ഉണ്ണിയേട്ടൻ എന്നെ വെറുക്കാതിരുന്നാ മതി. നീ ആൾക്കാരെ മനസ്സിലാക്കി തുടങ്ങിയ പിന്നെ നിന്നെ വെറുക്കേണ്ട കാര്യം എന്താ? അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ആരാ ഈ സമയത്ത്? എന്റെ ഒരു ഫ്രണ്ടാ. കുവൈറ്റിൽ നിന്ന് വന്നിട്ടേ ക്വാറന്റൈനിൽ കഴിയാ. ദീപ്തി. നീ സംസാരിച്ചിട്ട് വാ. ഞാൻ കിടക്കാൻ പോകുന്നു. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഉണ്ണിയേട്ടൻ കിടന്നു.
ഹലോ. എന്താടി അറ്റൻഡ് ചെയ്യാൻ ഒരു താമസം? നീ നിന്റെ അപ്പച്ചിയുടെ വീട്ടിലാണോ? അതെ. അപ്പച്ചിക്ക് ഒരു മോനുണ്ടല്ലോ, ഡോക്ടർ. അവന്റെ കെട്ട് കഴിഞ്ഞോ? ആ കഴിഞ്ഞു. അല്ല, നിന്റെ വീട്ടിൽ വന്നപ്പോ നിന്നെ കണ്ടില്ല. കള്ളക്കരുണന്റെയും കെട്ടികളുടെയും സംസാരത്തില് പന്തികേട് തോന്നിയോണ്ട് ഞാൻ അവിടെ വന്നിരുന്നു. അപ്പൊ നീ അവിടെയും ഇല്ല. മുങ്ങി നടക്കുവാണോടി? അല്ല, നമുക്ക് ഉടനെ കാണാം. കാണണം, കണ്ടേ തീരൂ. എന്നാ ശരിയടി. മോളെ, മോളുടെ മുഖത്തെന്താ ഒരു ഭയം? ആരെയാ വിളിച്ച്? അത് പിന്നെ ഒരു ഫ്രണ്ടാ. അപ്പച്ചി, എന്താ മോളെ? നാളെ രാവിലെ ക്ഷേത്രത്തിൽ വരെ ഒന്ന് പോണം. ഉണ്ണിയുടെ കൂടെ പോയിക്കോ. അല്ല, ഉണ്ണിയേട്ടന് തിരക്കാ. അപ്പച്ചി വന്നാ മതി. മോൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ.